എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണ കാര്യം നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് എങ്ങനെയാണ് ഭഗവാനായിട്ട് കണക്റ്റായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുക. അപ്പോൾ ഓൾറെഡി നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു, ഭഗവാൻ എന്ന് പറഞ്ഞാലും ഡിവൈൻ എന്ന് പറഞ്ഞാലും യൂണിവേഴ്സ് എന്ന് പറഞ്ഞാലും ഇനി അത് ഏത് രൂപങ്ങളിൽ നമ്മൾ കണ്ടാലും എല്ലാം ഒന്ന് തന്നെ അല്ലേ. അപ്പോൾ ഭഗവാനെ ഏത് സമയവും നമുക്ക് കണക്റ്റായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ കുഞ്ഞിതാകുമ്പോൾ മുതൽക്കേ നമ്മൾ കേട്ട് വളർന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാനാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലേ. ഭഗവാനോട് നമ്മുടെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കുക? എനിക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ന് എനിക്ക് ഒരു പരീക്ഷ ഉണ്ട് ഭഗവാനെ, എനിക്കതിന് പാസ്സാവണം, അല്ലെങ്കിൽ നാളെ എനിക്ക് അവിടേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ കല്യാണം നടക്കണം, അല്ലെങ്കിൽ എനിക്ക് ജോലി വേണം അല്ലേ. നമ്മൾ ഭഗവാനെ നമുക്ക് കാര്യസാധ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്. അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിന് പകരം നമുക്ക് ഭഗവാനെ എന്താ പറയുക, ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ അതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം. അപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരി അല്ലേ, അവരെ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് സന്തോഷമായിരിക്കും ഉണ്ടാവുക. അവർ എന്തൊക്കെ കാര്യങ്ങൾ പരസ്പരം നമ്മൾ സംസാരിക്കും, നമ്മൾ അവരോട് സുഖമാണോ ചോദിക്കും, അവർ നമ്മളോട് സുഖമാണോ ചോദിക്കും. അതുപോലെ നമുക്ക് ഭഗവാനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഭഗവാനോട് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം ഭഗവാനോട് നമ്മൾ സംസാരിച്ച് തുടങ്ങണം. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ പുറത്തുനിന്ന് ഒരാളുടെ അടുത്ത് നമ്മൾ പോയി പറയുന്നതിന് പകരം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനോട് നമ്മൾ പറയും. അതുപോലെ ഭഗവാനെ ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമുക്ക് കരുതാം. എന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ ഭഗവാനെ ഇന്ന് ഈ ഒരു കാര്യം ഉണ്ട് കേട്ടോ, അങ്ങനെ നമ്മളെങ്ങനെ പറയാം, എന്നൊരു കാര്യം ഉണ്ട് കേട്ടോ, നടക്കുമോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പറയില്ല, അതുപോലെ നമ്മൾ ഭഗവാനോട് പറയാം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ എന്ത് നമ്മൾ നടക്കുന്ന സമയത്തും നമുക്കത് ഷെയർ ചെയ്യാം ഭഗവാനോട്. അതുപോലെ നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് ഭഗവാനോട് പറയാം, ഇന്നത്തെ ദിവസം ഞാൻ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാവണം എപ്പോഴും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് ഞാൻ ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാവണം, ഭഗവാനെ ഇന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത്, നമ്മൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത്, നമുക്ക് എന്ത് സമയത്തും അങ്ങനെ നമ്മളൊരു ശീലം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭഗവാനോട് ചോദിക്കുന്നത് നിർത്തും. നമ്മൾ പറയുക, നമ്മൾ സംസാരിക്കുക ചെയ്യുക, ഒരു കൂട്ടുകാരനെ പോലെ ആയി മാറുക ചെയ്യുക. അപ്പം നമ്മൾ എപ്പോഴും ചെന്ന് നമ്മൾ ഭഗവാനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഓരോ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ കാര്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ നമ്മൾ കേൾക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാലേ, നമ്മൾ എപ്പോഴും നമുക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളായിട്ട് ഭഗവാനെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിന് പകരം നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ നമ്മൾ കരുതി, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ പോലെ നമ്മൾ കരുതി നമ്മൾ ഭഗവാനോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും കൂടിയാണ്. എന്താ വെച്ചാൽ ഭഗവാൻ നമ്മുടെ കൂടെ യഥാസമയം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കും കൂടിയാണത്. ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ യഥാസമയം നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പം നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഭഗവാൻ അറിഞ്ഞ്, നമ്മുടെ കൂട്ടുകാരനൊക്കെ കണ്ടിട്ടില്ലേ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്ക് ഒന്നും പറയണ്ട, നമ്മുടെ മുഖം അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, അല്ലെങ്കിൽ അവൾക്ക് ഇതാണ് പ്രശ്നം, അറിഞ്ഞിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നത് കണ്ടിട്ടില്ല. അതുപോലെ ഭഗവാൻ നമ്മൾ പറയാണ്ട് തന്നെ നമുക്കുള്ള സാഹചര്യങ്ങൾ എന്താണോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് അത് നമുക്ക് തരും. അതുപോലെ നമ്മൾ പറയുമ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിക്കരുത്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണോ ബെസ്റ്റ് അത് ആ ഭഗവാൻ അറിയും. അപ്പോൾ അത് എനിക്ക് തന്നാൽ മതി, അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭഗവാനെ നമ്മൾ ഇഷ്ടമാവുക. അതുപോലെ കുറേ സമയത്ത് കുഞ്ഞിതാകുമ്പോൾ നമുക്ക് കേട്ട് തുടങ്ങുന്ന ഒരു കാര്യമാണ്, ഭഗവാനെ പറഞ്ഞിട്ട് നമ്മൾ പേടിയാവും, നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ ചെയ്യും അല്ലേ. ഭഗവാൻ അങ്ങനെ നമ്മളെ ഒന്നും മനഃപൂർവ്വം നമ്മളെ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളാണ് നമ്മുടെ കർമ്മം. ആ ചിന്തകളാണ് നമ്മുടെ പ്രവൃത്തികളായിട്ട് മാറുക. അപ്പം നമ്മുടെ ചിന്തകൾ നല്ലതാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ താനേ നന്നാവും. അപ്പം നമുക്ക് ആ ഒരു തിരിച്ചടികൾ
നമ്മുടെ ലൈഫിൽ അത്രത്തോളം നമുക്ക് കുറഞ്ഞു തുടങ്ങും. ഭഗവാനോട് നമ്മൾ കൂടുതൽ അടുക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ നമ്മൾ നന്നാവും, നമ്മൾ മോശം പ്രവൃത്തിയിലേക്ക് നമ്മൾ പോവില്ല, നമ്മുടെ കർമ്മങ്ങളും നല്ല നല്ല കർമ്മങ്ങളായിട്ട് മാറും. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭഗവാനായിട്ട് കണക്ട് ചെയ്യാനും ഭഗവാനായിട്ട് അടുത്തിരിക്കാനും പറ്റുന്ന ഒരു വഴി. അത് പ്രത്യേകിച്ച് ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്. അപ്പോൾ ഫുൾ മൂൺ ഡേക്ക് അറിയാം ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്ന സമയമാണ്, നല്ല എനർജി ഒരു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ഭഗവാനെ നമ്മുടെ ഒരു കൂട്ടുകാരനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് നടക്കും. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക. താങ്ക് യു സോ മച്ച്. ഓം ശ്രീ രാധേ കൃഷ്ണ.